അപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ ടൈമാണ്. ദേ നമ്മുടെ മീൻ പീര കിളിനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. കണ്ടോ, അധികം പൊടിയാതെ ഭംഗിയോടെ തന്നെ കിടക്കുന്നുണ്ട് മീൻ. ഹലോ, ഹായ്, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് സൺഡേ ആണ്. ഒരു സ്പെഷ്യൽ ഐറ്റം ഒന്ന് ട്രൈ ചെയ്യാൻ വെച്ചു. ട്രൈ ചെയ്യാൻ മീൻസ് പലപ്പോഴും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റമാണ്, പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഈ ഐറ്റം. അതായത് ദേ നെത്തോലി. ഈ നെത്തോലി കൊണ്ടുള്ളൊരു പീര അല്ലെങ്കിൽ മീൻ പീരയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ നെത്തോലിയാണ് എടുത്തിരിക്കുന്നതെങ്കിലും പല ഐറ്റംസും ചെറിയ ചെറിയ ഏത് ഫിഷ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. എസ്പെഷ്യലി നമ്മുടെ ചെറിയ മത്തിയില്ലേ, കുഞ്ഞൻ മത്തി, പിന്നെ വേളൂരി, പിന്നെ അങ്ങനെ ചെറിയ ചെറിയ ഐറ്റം മീൻ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു കിടിലൻ സാധനമാണ് ഈ മീൻ പീര എന്ന് പറയുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് നെത്തോലിയാണ്. ഈ നെത്തോലി തന്നെ പല ഭാഗത്തും പല പേരിൽ അറിയപ്പെടുന്നത്. ചൂട എന്ന് ചില ഭാഗങ്ങളിൽ പറയും, ചില ഭാഗങ്ങളിൽ കൊഴുവ എന്ന് പറയും. ഞങ്ങൾ ട്രിവാൻഡ്രം ഭാഗത്തിനെ നെത്തോലി എന്നാണ് പറയുക. അപ്പോൾ ഇതൊരു 1/2 കിലോ നെത്തോലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. നെത്തോലി വൃത്തിയാക്കാൻ ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കാണിക്കുക, ഒരു 3-4 നെത്തോലി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും വളരെ ഈസിയായിട്ട് നെത്തോലി വൃത്തിയാക്കി എടുക്കാം. നെത്തോലി ഇങ്ങനെ കയ്യിലെടുക്കുക, അതിൻ്റെ വാലിൻ്റെ ഭാഗം ഇവിടെ കത്തി നമ്മളൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിക്കുമ്പോൾ തന്നെ ഇതിനകത്തുള്ള ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ ഇങ്ങ് പോരും. ഇത് കണ്ടോ, തല മുറിച്ചിട്ട് ഇങ്ങനെ കുടല ഉൾപ്പെടെ ഇങ്ങ് പോരും. കളയുക, ഇതിങ്ങനെ വാല് മുറിക്കുക, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഒരെണ്ണം കാണിച്ചു തരാം. ഇതിങ്ങനെ ഒന്ന് പിടിക്കുക, തല മുറിക്കുമ്പോൾ കണ്ടോ അതിൻ്റെ ബാക്കി വേസ്റ്റൊക്കെ അതിൽ കൂടെ തന്നെ പോരും. ഞാനിപ്പോൾ അതിലിട്ടെന്നുള്ളൂ, ജസ്റ്റ് കാണിക്കാം കേട്ടോ. ഇതിലേക്ക് ഇടാം. ഇനി ഇതിൽ കുറച്ച് വേസ്റ്റ് ഉണ്ടാവും, അത് നമ്മൾ നന്നായിട്ട് കഴുകുമ്പോൾ അതങ്ങ് പൊക്കോളൂ കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും വേണ്ട. പിന്നെ ഏത് ഫിഷായാലും അതിൻ്റെ ഒരു ഉളുമ്പ് മണം, അതിൻ്റെ ഒരു സ്മെല്ല് മാറ്റാൻ വേണ്ടി കല്ലുപ്പില്ലേ, കല്ലുപ്പ് കൊണ്ട് ഉരച്ച് കഴുകുന്നത് നല്ലതായിരിക്കും. കല്ലുപ്പ് നമുക്ക് പതിയും കിട്ടാനില്ല. ഞാനിപ്പോൾ എന്തായാലും ചെയ്തിരിക്കുന്നത് നമ്മുടെ പൊടിയുപ്പ് കൊണ്ട് ശരിക്കൊന്ന് വൃത്തിയാക്കി ഉരച്ച് കഴുകിയെടുത്തതാണ്. അപ്പോൾ ഈ നെത്തോലി പോലെയുള്ള ചെറിയ മീനുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ധാരാളം ഉണ്ടാവും. അതുപോലെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സേഫായിട്ട് ഇത് ആർക്ക് വേണോ കഴിക്കാം. ഫ്രൈ ചെയ്ത് കഴിക്കേണ്ട, ശരിക്കും ഇങ്ങനെ പീരയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നെത്തോലി എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഏതെങ്കിലും കടയിൽ ഇപ്പോൾ ഹോട്ടലൊക്കെ കഴിക്കാൻ പോയാലും ഞാൻ ആദ്യം ചോദിക്കുന്ന നെത്തോലി പീര ഉണ്ടോ എന്നാണ്. ചില ഭാഗത്തൊക്കെ കിട്ടാറുണ്ട്, കോട്ടയം ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ കിട്ടും. അതുണ്ടെങ്കിൽ അതിനായിരിക്കും എൻ്റെ ഫസ്റ്റ് ചോയ്സ്. നമുക്ക് എന്തായാലും വളരെ പെട്ടെന്ന് നമ്മുടെ വിഭവത്തിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 1.5 കപ്പ് തേങ്ങ ചിരകിയതാട്ടോ, ചെറുതായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. ആ തേങ്ങ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഏത് പാത്രത്തിലാണ് നെത്തോലി ഉണ്ടാക്കുന്നത് അതിലേക്ക് ഇടുക കേട്ടോ. നിങ്ങൾക്ക് മൺപാത്രമോ നോൺ സ്റ്റിക്കോ എന്തോണം ഉപയോഗിക്കാം. ഞാൻ മൺപാത്രം എടുത്തിരിക്കുന്നത്. ആദ്യം തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ അപ്പുറത്ത് ഞങ്ങളുടെ ഉച്ചക്കുള്ള മറ്റൊരു വിഭവം റെഡിയാകും കേട്ടോ. അതങ്ങനെ ഇരിക്കുന്നത്. ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാറുണ്ട്. ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി, 10-12 ചെറിയ ഉള്ളി ഉണ്ടാവും. ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊരു 7-8 അല്ലി വെളുത്തുള്ളി, അത്യാവശ്യം വലിയ വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്, അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയും ചതച്ചെടുത്ത കേട്ടോ. അതുപോലെ ഇത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, പകരം പച്ചമുളകാണ് ചേർക്കുന്നത് കേട്ടോ. ഒരു 6-7 പച്ചമുളക്, ഒരു 6 ഞാൻ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടായ പച്ചമുളക് കേട്ടോ. ഞാൻ വലുതായിട്ട് കീറി എടുത്തിട്ടുണ്ട്, ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കുടംപുളിയില്ലേ, കുടംപുളി ഒരു 3-4 കഷ്ണം കണ്ടോ. ഞാനൊരു 10-15 മിനിറ്റ് മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചതാണേ. അത് വെള്ളത്തോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുടംപുളിയാണ് നല്ലത്. ഇനി നിങ്ങൾ മാങ്ങ ചേർക്കുകയാണെങ്കിൽ കുടംപുളിക്ക് പകരം മാങ്ങ ചേർത്താൽ മതി. കുറച്ച് കൂടുതൽ ചേർക്കേണ്ടി വരും. പിന്നെ നമ്മുടെ മീൻപുളിയോ ഇലിമ്പുളിയോ അങ്ങനത്തെ സാധനമുണ്ട്, അതൊക്കെ ഇടുവാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ എന്തായാലും കുടംപുളിയെ ചേർത്തിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആകെ നിറത്തിന് അത് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ, ഒരു ഓറഞ്ച് നിറം കിട്ടും. ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് മണം ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. ഇനി ഒരു 1 ടീസ്പൂൺ കണക്കാക്കി ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞു, നമ്മുടെ ഐറ്റംസ് എല്ലാം ആയി. ഇനി ചെയ്യേണ്ടത് കൈകൊണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് തിരുമ്മി ചേർത്ത് കൊടുക്കുക കേട്ടോ. മിക്സിക്കൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, കൈകൊണ്ട് തന്നെ ചെയ്താൽ മതി. നന്നായിട്ട് ചേർത്ത് കൊടുക്കണേ. ഇത് ഇത്ര നിറമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കൊരു ഓറഞ്ച് നിറമൊക്കെ വേണം, അല്ലെങ്കിൽ ചുവന്ന നിറം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്തായാലും ഞാനിത് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നമ്മുടെ വൃത്തിയാക്കിയ നെത്തോലി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിനെയും കൈകൊണ്ട് നന്നായിട്ട് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ലൊരു ലുക്കൊക്കെ വന്നില്ലേ ഇപ്പോൾ. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് വെള്ളം. നെത്തോലി വളരെ പെട്ടെന്ന് തന്നെ വേവുന്നൊരു മീനാട്ടോ, ഒത്തിരി സമയം എടുക്കില്ല. ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അത്രയും മതി. അപ്പോൾ ഇതിലേറായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ മറന്നുപോയി നമ്മളെ വെളിച്ചെണ്ണ.
ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതാദ്യം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്പം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആയിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ചാൽ മതിയേ. ഞാൻ എടുത്തു വെച്ചു, പക്ഷേ കാണിക്കാൻ വിട്ടുപോയി. ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം വേവിക്കാം കേട്ടോ. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും 5 മിനിറ്റ് തന്നെ വെന്ത് കിട്ടും. നമുക്കത് കഴിഞ്ഞ് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നെത്തോലി ഇപ്പോൾ ഒരു 7 മിനിറ്റോളം വെന്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ അവസ്ഥയെന്ന്. യെസ്, ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തത് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ശരിക്കും കുത്തിയാൽ പൊടിഞ്ഞു കൂട്ടത്. പൊടിഞ്ഞാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമുക്ക് ആ കഷ്ണങ്ങൾ കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ മുള്ള് താല്പര്യമില്ലാത്തവർ മുള്ള് കളഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷേ ചെറിയ മീനുകളുടെ മുള്ള് കടിച്ചു കഴിക്കുന്ന പ്രത്യേക ടേസ്റ്റ് കേട്ടോ. നല്ല കാൽഷ്യം റിച്ചും ആയിരിക്കും അത്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഈ അടപ്പങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അത്യാവശ്യം തീ കൂട്ടി വെച്ചിട്ട് ഈ വെള്ളത്തിൻ്റെ അംശം അങ്ങോട്ട് പോകുന്നവരൊന്ന് ചെറുതായിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മീൻ പീര ഏതാണ്ട് വെള്ളമൊക്കെ വറ്റി ഒന്ന് ഒക്കെ ആയി വന്നിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെക്കുന്ന മൺചട്ടിയിലായതുകൊണ്ട് കുറേ വെള്ളം അങ്ങോട്ട് പിടിക്കും. ഒരു 2 മിനിറ്റ് ഇങ്ങനെ തള ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഇങ്ങനെ വെച്ച് തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആവാൻ പാടില്ല. ഇനി ഫൈനലായിട്ട് ഞാനിതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ. നല്ല ടേസ്റ്റാണ് ഒഴിച്ചു കഴിഞ്ഞാൽ. അതിങ്ങനെ ചുറ്റിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. ആൻഡ് കുറച്ച് കറിവേപ്പില വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഭംഗിക്ക് തണ്ടോട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് പിന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. അടിപൊളി. അപ്പോൾ എന്തായാലും നമ്മുടെ മീൻ പീര ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കുറേ സമയം അങ്ങനെ ഇത് വെക്കുക. ഒരു 10 മിനിറ്റ് വച്ചതിന് ശേഷം കഴിക്കുന്ന ടേസ്റ്റ്. എന്തായാലും ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ ടൈമാണ്. ദേ നമ്മുടെ മീൻ പീര കിളിനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. കണ്ടോ, അധികം പൊടിയാതെ ഭംഗിയോടെ തന്നെ കിടക്കുന്നുണ്ട് മീൻ. ഇന്ന് വളരെ സിമ്പിൾ ലഞ്ചാണ്. ദേ ചോറുണ്ട്, ദേ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയതുണ്ട്. ഈ കാരയ്ക്ക എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ എൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കാരയ്ക്ക അച്ചാറാണ്. ആൻഡ് മോര് കറിയുണ്ട്. പിന്നെ മക്കൾക്ക് വേണ്ടി നെത്തോലി ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഫ്രൈ എന്തായാലും എടുത്തിട്ടില്ല. എന്നാലും നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. യമ്മി യമ്മി. വാവ്, ഇത് കിട്ടി എനിക്ക് ചോറിന് വേറെ ഒന്നും വേണ്ട കേട്ടോ. ഒന്നും പോരാ. യെസ്, അടിപൊളി ടേസ്റ്റ് ആട്ടോ. അത്യാവശ്യം പുളിയുണ്ട്. ഞാൻ പുളി ഇത്തിരി ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പുളി ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കിടിലനായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. എന്തായാലും ഈ റെസിപ്പി ഒരു പ്രാവശ്യം ഉറപ്പായിട്ട് ട്രൈ നോക്കുക. ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയിട്ട് അറിയിക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.